മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടക്കാൻ ഒറ്റ ദിവസം വൈകിയാൽ 200% പിഴ ചുമത്തുന്ന ഏക സംസ്ഥാനം കേരളമാണ്. മുഖ്യമന്ത്രി തങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നടപടികളുമായി ഒരു തരത്തിലും യോജിച്ചു പോകാനാവില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇ.കെ. നായനാർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10-15 കോർപ്പറേറ്റ് കച്ചവടക്കാർക്കായി ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന നയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. കാലാവധി സെപ്റ്റംബർ വരെ നീട്ടണമെന്നും അപ്സര രാജു പറഞ്ഞു. നമുക്കറിയാം, കച്ചവടക്കാർ കച്ചവടം നിർത്തി കൂട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ ആ 200% പെനാൽറ്റി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും 25% കൂടുതൽ അടയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ സാധാരണ രീതിയിൽ ടാക്സുകൾ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത കച്ചവടക്കാർ ഈ വലിയ പെനാൽറ്റിയുടെ പുറത്ത് കച്ചവടം നിർത്തി പോവുക. അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം. മന്ത്രി കണ്ടില്ലെന്ന് നടിക്കുന്നു, ആർക്കും ഇത് മനസ്സിലാകുന്നില്ലെന്ന് നടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ സമീപനം. തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിർബന്ധമായി നമുക്കറിയാം, സർക്കാർ ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ ടാക്സ് അടച്ചിട്ടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യാപാരികൾ സർക്കാർ ബിൽഡിങ്ങിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും 200% പെനാൽറ്റി, പിന്നെ അതിന്റെ പുറത്ത് പെനാൽറ്റി. അപ്പൊ ഇവയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും അത്യാവശ്യമായും സെപ്റ്റംബർ വരെ നീട്ടിക്കൊണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനയുമായി കൂടിയാലോചന നടത്തി ഞങ്ങൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരം നടപ്പാക്കുന്നില്ല. കാലാവധി നീട്ടിയില്ലെങ്കിൽ വ്യാപാരികൾ സമരരംഗത്ത് ഇറങ്ങും. കണ്ണൂരിലെ വ്യാപാരികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങും. ഇതിനായി 100 കോടി ജില്ലാ കമ്മിറ്റി നൽകുമെന്നും രാജു അപ്സര പറഞ്ഞു. ജില്ലാ പ്രസിഡന്റായി ദേവസ്യ മേച്ചേരിയും ജനറൽ സെക്രട്ടറിയായി പുനത്തിൽ ബാഷിദിനെയും ട്രഷററായി MP തിലകനെയും വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു.